മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒറിജിനൽ 6 അവഞ്ചേഴ്സും സെൻട്രിയും തമ്മിൽ പോരാടിയാൽ ആരാകും വിജയിക്കുക? നമുക്ക് നോക്കാം. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള രണ്ട് അവഞ്ചേഴ്സ് ആണ് ഹോക്കയും ബ്ലാക്ക് വിഡോയും. അവർ വെറും ഹ്യൂമൻസ് ആണ്. സെൻട്രിയുമായിട്ടുള്ള ഒരു പോരാട്ടം അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ല. ക്യാപ്റ്റൻ അമേരിക്ക ഒരു സൂപ്പർ സോൾജിയർ ആണ്. അദ്ദേഹത്തിന് വൈബ്രേനിയം ഷീൽഡ് എന്ന വെപ്പൺ ഉണ്ട്. താനോസിന്റെ മൊത്തം ആർമിയോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കാണിച്ച ധൈര്യം അതൊക്കെ സമ്മതിക്കണം. എന്നാൽ സെൻട്രിക്ക് ഇൻസ്റ്റന്റ് ഹീലിംഗ് ഉണ്ട്. മാത്രമല്ല വൈബ്രേനിയം ഷീൽഡ് ഒക്കെ ബെൻഡ് ചെയ്ത് നശിപ്പിക്കാൻ സെൻട്രിക്ക് വലിയ താമസമൊന്നും വേണ്ട. ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ താനോസ് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഹൾക്കിനെ സെൻട്രിക്ക് വളരെ വേഗത്തിൽ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ടോണി സ്റ്റാർക്കിന്റെ ടെക്നോളജി ഒക്കെ അപാരമാണ്. എന്നാൽ ടോണി സ്റ്റാർക്ക് തന്റെ ഏറ്റവും മികച്ച അയൺമാൻ സ്യൂട്ട് ഇട്ട് ഫൈറ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് സെൻട്രിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സെൻട്രിയോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് തോറിന് മാത്രമാണ്. എന്നാൽ തോറിന് വിജയിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം സെൻട്രി ശക്തനാണ്. മാത്രമല്ല അദ്ദേഹം അൺസ്റ്റേബിളും അൺപ്രഡിക്റ്റബിളും അൺസ്റ്റോപ്പബിളുമാണ്.